Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്ലീഹാകാലം 2-ാം ഞായറാഴ്ചത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 7-ാം അധ്യായത്തിലെ അവസാന ഭാഗത്ത് വിവരിക്കുന്ന ഒരു സംഭവമാണ്. ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ, അതായത് ഗലീലിയിലെ അവിടുത്തെ പ്രവർത്തനങ്ങൾക്കിടയിൽ ഫരിസേയനായ ശിമയോൻ ഈശോയെ സ്വന്തം ഭവനത്തിൽ വിരുന്നിന് ക്ഷണിക്കുന്നതും ആ പട്ടണത്തിലെ പാപിനിയായ സ്ത്രീ ഈശോയുടെ പക്കൽ വന്ന് അവിടുത്തെ പാദാന്തികത്തിലിരുന്ന് കരഞ്ഞ് സ്വന്തം കണ്ണുനീര് കൊണ്ട് അവിടുത്തെ പാദങ്ങൾ കഴുകുന്നതും സ്വന്തം തലമുടി കൊണ്ട് ആ പാദങ്ങൾ തുടയ്ക്കുന്നതും പാദങ്ങൾ ചുംബിക്കുന്നതും ആ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശുന്നതുമായ ആ രംഗമാണ്, ഹൃദയസ്പർശിയായ രംഗമാണ് സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത്. ഈ സംഭവത്തോട് ശിമയോന്റെ പ്രതികരണം നമ്മൾ കാണുന്നുണ്ട്. ഇതൊരു പാപിയാണെന്ന് അറിഞ്ഞുകൂടെ, ഇവൻ പ്രവാചകനാണെങ്കിൽ ഇതൊരു പാപിനിയാണ് എന്ന് ഇവന് മനസ്സിലാവുകയില്ലേ, എന്തുകൊണ്ടാണ് ഇതിനെല്ലാം അനുവദിക്കുന്നത് എന്ന് ശിമയോൻ ഉള്ളിൽ ചിന്തിക്കുമ്പോൾ ഈശോ എന്തുകൊണ്ടാണ് അവൾ ഇപ്രകാരം ചെയ്യുന്നത് എന്ന് അവളെ ന്യായീകരിച്ചുകൊണ്ട്, അവളുടെ പ്രകാശനമാണിത്, അവൾക്ക് പാപമോചനത്തിന് കാരണമായി തീർന്നു, വലിയ സ്നേഹത്തിൻ്റെ പ്രകാശനമായിട്ടാണ് അവളിത് ചെയ്യുന്നത്, ഇത്രയേറെ സ്നേഹിച്ചതുകൊണ്ട് അവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഈശോ പ്രഖ്യാപിക്കുന്നതോടെയാണ് സുവിശേഷ ഭാഗം അവസാനിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്ലീഹാകാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ 2-ാമത്തെ ആഴ്ചയിൽ, ഞായറാഴ്ചയിൽ ഈ സുവിശേഷ ഭാഗം എന്നുള്ളതിൻ്റെ ഉത്തരം നമുക്ക് ലഭിക്കണമെങ്കിൽ പൗലോസ് ശ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതുന്ന 2-ാം ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. അവിടെ പൗലോസ് ശ്ലീഹ ഇപ്രകാരം പറയുന്നു: മിശിഹായെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ പരിമളം സ്ലീഹന്മാർ വഴി എല്ലായിടത്തും പരത്തുന്ന ദൈവത്തിന് മഹത്വം. ഈശോ മിശിഹായെക്കുറിച്ചുള്ള ആ സുവിശേഷത്തിൻ്റെ, അവിടുത്തെ ജ്ഞാനത്തിൻ്റെ പരിമളം സ്ലീഹന്മാർ വഴി ലോകമെങ്ങും പ്രസരിപ്പിക്കുന്ന, പരത്തുന്ന ദൈവത്തിന് മഹത്വം എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. ഈശോ മിശിഹായുടെ സുവിശേഷമാണ് ഈ പരിമളം സൂചിപ്പിക്കുന്നത്. ഇത് ലോകത്തിന് നാനാഭാഗങ്ങളിലും എത്തിക്കുന്നത് സ്ലീഹന്മാരാണ്. സംവിധാനമൊരുക്കിയ ദൈവത്തിന് മഹത്വം എന്നാണ് പൗലോസ് ശ്ലീഹ കൊരിന്തോസിലെ സഭയെ അനുസ്മരിപ്പിക്കുന്നത്. ഇക്കാര്യം തന്നെ സ്വീകരിച്ചുകൊണ്ട് ഈ ആഴ്ചയിൽ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ തിരുനാൾ ആഘോഷിച്ച, അതായത് ജൂൺ 9-ാം തീയതി തിരുനാൾ ആഘോഷിച്ച പൗരസ്ത്യ സഭ മുഴുവൻ്റെയും, സുറിയാനി സഭ മുഴുവൻ്റെയും സഭാപിതാവായ മാർ മൽപ്പാൻ, അപ്രേം മൽപ്പാൻ ഈ കാര്യം എടുത്തുകൊണ്ട് പറയുന്നത് സുവിശേഷത്തിൻ്റെ പരിമളമാണ് സ്ലീഹന്മാർ പ്രസരിപ്പിച്ചത്. ഈ സുവിശേഷ പരിമളമാണ് എല്ലാവരെയും രക്ഷയ്ക്ക് കാരണമാക്കുന്നത്. ആ സുവിശേഷ പരിമളം പ്രചരിപ്പിക്കുവാനായിട്ടാണ് നമ്മുടെയും ജീവിതം വിനിയോഗിക്കേണ്ടത് എന്ന് അപ്രേം പിതാവ് ഈ ഭാഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ അനുതപിക്കുന്ന പാപിനിക്ക് മിശിഹായോടുള്ള സ്നേഹം പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി അവൾ ധൈര്യപൂർവ്വം മറ്റാരും എന്ത് പറയുമെന്നൊന്നും ചിന്തിക്കാതെ ശിമയോന്റെ ഭവനത്തിലേക്ക് കടന്നു വരികയും തൻ്റെ സ്നേഹപ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുകയാണ്. ഈശോ എന്തുകൊണ്ടാണ് ഈ ഫരിസേയൻ്റെ ക്ഷണം സ്വീകരിച്ച് അവൻ്റെ ഭവനത്തിലേക്ക് ശിമയോൻ ഈശോയെ ക്ഷണിച്ചത്? ഈശോയുടെ പ്രശസ്തിയൊക്കെ കേട്ടപ്പോൾ അവനെ ക്ഷണിച്ചാൽ, തൻ്റെ അതിഥിയായി വന്നാൽ അത് ഒരു ന്യൂസ് ആകുമല്ലോ, തൻ്റെ പേരിനും പെരുമയ്ക്കും അല്പം കൂടി വർധനവുണ്ടാകുമല്ലോ എന്ന് കരുതിയാകണം ശിമയോൻ ക്ഷണിച്ചത്. പക്ഷേ പീറ്റർ ക്രിസ്തോലോഗസ് എന്ന് പറയുന്ന സഭാപിതാവ് പറയും, ഈശോ ശിമയോന്റെ ഭവനത്തിലേക്ക് പോയത് ശാരീരികമായ വിശപ്പ് ശമിപ്പിക്കുവാൻ വേണ്ടി ആയിരുന്നില്ല, മറിച്ച് പിതാവിൻ്റെ പദ്ധതി, സ്വർഗത്തിൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ആ പാപിനിക്ക് പാപമോചനം നൽകിയതിലൂടെ, അല്ലെങ്കിൽ അവരുടെ ആ സ്നേഹപ്രകാശനം സ്വീകരിച്ചുകൊണ്ട്, അവരുടെ ആ വലിയ സ്നേഹത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് അവൾക്ക് ലഭിക്കുന്ന പാപമോചനം അറിയിക്കുവാൻ വേണ്ടിയായിരുന്നുവെന്ന് അവിടെ പീറ്റർ ക്രിസ്തോലോഗസ് പറയും. ഈ പീറ്റർ ക്രിസ്തോലോഗസ് തന്നെ ശിമയോന്റെ ഭവനത്തെ താരതമ്യപ്പെടുത്തുന്നത് യഹൂദ സിനഗോഗിനോടാണ്, അല്ലെങ്കിൽ യഹൂദ മതപശ്ചാത്തലത്തോടാണ്. അവിടെ ഈശോ വന്നിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ അവിടേക്ക് ചെല്ലുന്ന പാപിനിയായ സ്ത്രീ ഈശോയിൽ വിശ്വസിച്ച് അനുദപിച്ച് അവിടുത്തെ പക്കലെത്തുന്ന ഏതൊരു വ്യക്തിയുമാണ്, യഹൂദ വിജാതി വ്യത്യാസമില്ലാതെ. അപ്പോൾ ശിമയോന്റെ ഭവനത്തിൽ എന്ന് പറയുന്നത് യഹൂദർക്കിടയിൽ, യഹൂദരിൽ ഒരുവനായി ഈശോ ഇതാ അവതരിച്ചിരിക്കുന്നു, ജനിച്ചിരിക്കുന്നു. അവിടേക്ക് വിശ്വസിക്കുന്നവർ അനുതാപത്തോടുകൂടി കടന്നു ചെല്ലുകയാണ്, അനുതാപത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പ്രകാശനം നടത്തുകയാണ്. അപ്പോൾ അത് വലിയ രക്ഷയിലേക്ക് നയിക്കുന്നു.
സഭയുടെ ജനനം അവിടെയാണ് നടക്കുന്നത്, അത് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നും പീറ്റർ ക്രിസ്തോലോഗസ് പറയുന്നുണ്ട്. മിലാനിലെ മെത്രാനായിരുന്ന അംബ്രോസ് സഭാപിതാവും ഇതേ കാര്യം തന്നെ, സഭയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പാപിനെ പ്രതിനിധാനം ചെയ്യുന്നത് സഭയെയാണ്. അവിടെയാണ് ഇവിടെ പാപമോചനം പ്രാപിക്കുന്നത്, രക്ഷയിലേക്ക് വരുന്നത്, വിശ്വാസത്തിലേക്ക് വരുന്നത്, സഭയിലെ അംഗമായി തീരുന്നത് എന്നെല്ലാം അംബ്രോസ് പിതാവും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് സ്ലീഹാകാലത്തിൻ്റെ ആരംഭത്തിൽ ഈ രംഗം തന്നെ സ്വീകരിച്ചിരിക്കുന്നത് സഭ എന്നുള്ളതിൻ്റെ വിശദീകരണം നമുക്ക് അവിടെ കിട്ടുന്നുമുണ്ട്. അംബ്രോസ് പിതാവ് തന്നെ പറയുന്നുണ്ട്, പാപിനി ഫരിസേയൻ്റെ ഭവനത്തിൽ എത്തുമ്പോൾ പുറത്ത് അവൾ അറിയപ്പെട്ടിരുന്നത് പാപിനി എന്നാണ്. ശിമയോൻ്റെ മനസ്സിൽ പോലും പാപിനി എന്നാണ് അറിയപ്പെട്ടിരുന്നതെങ്കിലും അവിടെ ശിമയോൻ്റെ ഭവനത്തിൽ വെച്ച് അവൾ മഹത്വീകരിക്കപ്പെടുകയാണ്, അവൾ കീർത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അംബ്രോസ് പിതാവ് തന്നെയാണ് പറയുന്നത്, പഴയ നിയമത്തിൽ ഇല്ലാതിരുന്നത്, അവിടെ എന്തായിരുന്നോ കുറവുണ്ടായിരുന്നത്, ഫരിസേയൻ്റെ മനോഭാവത്തിൽ എന്താണ് കുറവുണ്ടായിരുന്നത്, അത് സുവിശേഷം പരിഹരിക്കുന്നു. പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണല്ലോ മിശിഹായുടെ സുവിശേഷം. അപ്രയം പിതാവ് വീണ്ടും പറയും, അവൾ സമർപ്പിച്ച അവിടുത്തെ ഈശോയുടെ പാദങ്ങളിൽ സമർപ്പിച്ച ആ സ്നേഹചുംബനം, അതിനെക്കുറിച്ച് അപ്രയം പിതാവ് പറയുന്നത്, വൈദ്യൻ്റെ പാദങ്ങളിൽ അർപ്പിച്ച ലേപനമായിരുന്നു അവളുടെ സുഗന്ധതൈലം. ആ പാദങ്ങളിൽ ചുംബിച്ചതാണ് അവൾക്ക് രക്ഷയ്ക്ക് നിദാനമായി തീർന്നത്. എങ്കിൽ മിശിഹായുടെ ശരീരം ചുംബിക്കുന്നതിന്, ശരീരം സ്വീകരിക്കുന്നതിന് ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ് എന്ന് അപ്രയം പിതാവ് ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. ഈശോ ഫരിസേയനോട്, ശിമയോനോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ വലിയ ഭവ്യതയോടെ അവൻ പറയും, കർത്താവ് അരുൾ ചെയ്താൽ. അപ്പോൾ ഈശോ പറയുന്ന ആ ഉപമയിൽ വലിയ തുക കടപ്പെട്ടിരുന്ന ഒരാൾക്കും ചെറിയ തുക കടപ്പെട്ടിരുന്ന ഒരാൾക്കും ആ യജമാനൻ ഒരുപോലെ കടമിളവ് ചെയ്തു കൊടുക്കുന്നു. ഇതിനെക്കുറിച്ച് സഭാപിതാക്കന്മാർ പറയുന്നത്, യഹൂദർക്കും വിജാതിയർക്കും എല്ലാം രക്ഷ ഈശോ വാഗ്ദാനം ചെയ്യുകയാണ്, പാപമോചനം ലഭ്യമാക്കുകയാണ്. യഹൂദര് വലിയ കൃപകൾ ലഭിച്ചവരായിരുന്നു, നിയമം ലഭിച്ചവരാണ്, ഉടമ്പടി ലഭിച്ചവരാണ്. പക്ഷേ അവർക്കും ഇതൊന്നും ലഭിക്കാതിരുന്ന, പ്രകൃതിയിലൂടെ മാത്രമുള്ള സ്വാഭാവികമായ വെളിപ്പെടുത്തലിലൂടെ മാത്രം, അല്ലെങ്കിൽ അവരുടെ മനസ്സാക്ഷിയിലൂടെയുള്ള വെളിപ്പെടുത്തലിലൂടെ മാത്രം ദൈവത്തെ അറിയുവാൻ സാധിച്ചിരുന്ന വിജാതിയർക്കും, അതാണ് വലിയ തുക ലഭിച്ചിരുന്നവർക്കും ചെറിയ തുക ലഭിച്ചിരുന്നവർക്കും കടമെടുത്തിരുന്നവർക്കും ഒരുപോലെ ഇതെല്ലാം കടപ്പെട്ടിരുന്നതാണ്. ഈ ദൈവിക വെളിപാടിന് ഇസ്രായേൽ ജനവും, പ്രകൃതിയിലൂടെയുള്ള വെളിപാടിന്, മനസ്സാക്ഷിയിലൂടെ വെളിപാടിന് വിജാതീയ ജനതയും എല്ലാം ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. ആർക്ക് ഈ കടം കൊടുത്തു വീട്ടാൻ സാധിക്കും? ആർക്കും സാധിക്കുകയില്ല എന്നും അംബ്രോസ് പിതാവ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം ഇതെല്ലാം ഇളവ് ചെയ്യുകയാണ്. യഹൂദരുടെ അവിശ്വസ്തതയും വിജാതീയരുടെ ശ്രദ്ധയില്ലായ്മ, അല്ലെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കാതിരുന്നതുമെല്ലാം അവിടുന്ന് ക്ഷമിക്കുന്നു. ഇതാർക്കും വീട്ടാനാകുന്ന കടമല്ല, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന്, കടം ഇളവ് ചെയ്ത് നൽകുന്നത് എന്ന് അംബ്രോസ് പിതാവ് പറയുന്നുണ്ട്. അപ്രയം പിതാവ് വീണ്ടും പറയുന്നുണ്ട്, മിശിഹായുടെ പുറത്തുള്ള സമൂഹത്തിലുണ്ടായിരുന്ന പ്രവർത്തനങ്ങൾ, മഹാ അത്ഭുതങ്ങൾ ഉണ്ട്. അത് ശാരീരിക രോഗസൗഖ്യം നൽകലും മറ്റ് അത്ഭുതങ്ങളുമായിരുന്നു. ഇവിടെ ഈ ശിമയോന്റെ ഭവനത്തിനുള്ളിൽ നടക്കുന്നത് ആത്മീയമായ അത്ഭുതമാണ്. അത് പാപിനി ആത്മീയമായി അവൾ മരിച്ചവളായിരുന്നു, അവൾക്ക് ജീവൻ നൽകുന്നതാണ് നമ്മൾ കാണുന്നത് എന്നും അപ്രയം പിതാവ് പറയുന്നുണ്ട്. ഇതേക്കുറിച്ച് തന്നെയാണ് ആദ്യ വായനയിൽ ജോയൽ പ്രവാചകൻ നമ്മോട് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഹൃദയം ഒരുക്കുവിൻ, കാഹളം മുഴക്കുവിൻ, ഉപവാസം പ്രഖ്യാപിക്കുവിൻ, ഉണരുവിൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അനുതാപത്തിന് ക്ഷണിക്കുന്ന രംഗമാണ് നമ്മൾ ജോയലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിലെ 15 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് നമ്മൾ ആദ്യത്തെ വായനയിൽ കേട്ടത്. അവിടെ തിരിച്ചു വരുവാനുള്ള ആഹ്വാനമാണ്. ഉടമ്പടി വിശ്വസ്തയിലേക്ക് തിരിച്ചു വരുവാൻ ഇസ്രായേൽ ജനത്തെ പ്രവാചകൻ ക്ഷണിക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത്. അവിടെ പ്രവാചകൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, സമൂഹത്തെ വിശദീകരിക്കുക, സമൂഹത്തെ വിശദീകരിക്കുക, കാഹളം മുഴക്കുക എന്നെല്ലാം പറയുന്നത് ആരാധനയിലേക്ക് വരുവാനുള്ള, ദൈവാലയത്തിൽ ഉള്ള ആ ദൈവ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ട് അനുതാപം പ്രകടിപ്പിക്കുവാനുള്ള ആഹ്വാനമാണ് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 17-ാം വാക്യത്തിൽ, 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ പുരോഹിതനെ കുറിച്ച് വളരെ മനോഹരമായ ഒരു പ്രസ്താവനയുണ്ട്. പുരോഹിതൻ മധുബഹയ്ക്കും ഹൈക്കലയ്ക്കും മധ്യ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ എന്നാണ് ജോയൽ പ്രവാചകൻ പറയുന്നത് 17-ാം വാക്യത്തിൽ. അപ്പോൾ ഇതാണ് പുരോഹിതന്റെ ദൗത്യം, ജനത്തിനും ദൈവത്തിനും ഇടയിൽ നിന്നുകൊണ്ട്, മധ്യവർത്തിയായി നിന്നുകൊണ്ട് ജനത്തിനു വേണ്ടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ. പാപിനിയായ സ്ത്രീ ശിമയോന്റെ ഭവനത്തിലെത്തി കർത്താവിൻ്റെ പാദാന്ത്യത്തിലിരുന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നാണല്ലോ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കും. അതിനൊരൊറ്റ വ്യവസ്ഥ മാത്രമേ ഉള്ളൂ അനുതാപമുണ്ടെങ്കിൽ. അതും ജോയൽ പ്രവാചകൻ പറയുന്നുണ്ട്, അനുതപിക്കുന്നെങ്കിൽ ദൈവം കരുണ കാണിക്കും,
ഭാര്യ ഭർത്താവ് ഭാര്യയോട് ക്ഷമിക്കുന്നത് പോലെ, അങ്ങനെ അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കളോട് ക്ഷമിക്കുന്നത് പോലെ തന്നെ ദൈവം നമ്മോട് ക്ഷമിക്കാൻ തയ്യാറാകും. വലിയ ഫലസമൃദ്ധി നമുക്കുണ്ടാവുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ വലിയ ഫലങ്ങൾ, അത് പ്രത്യേകിച്ചും ആത്മാവിൻ്റെ അരൂപിയുടെ ഫലങ്ങൾ തന്നെയാണ്. അരൂപിയുടെ ഫലങ്ങളെക്കുറിച്ച് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ടല്ലോ. അത് സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും കരുണയും നന്മയും വിശ്വാസവും സൗമ്യതയും ആത്മസംയമനവും ഒക്കെയാണ്. അപ്പോൾ ഈ ഫലങ്ങൾ ജീവിതത്തിലുണ്ടാകുന്നത് ഈ അനുതാപത്തിൻ്റെ ഫലമായി നമുക്ക് ലഭിക്കുന്ന പാപമോചനത്തിലൂടെയാണ്, രക്ഷയിലൂടെയാണ് എന്നുള്ള കാര്യവും ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മെ. പഴയ നടപടി പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ നമ്മൾ രണ്ടാമത്തെ വായനയിൽ കേൾക്കുന്നത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ അനുസ്മരിച്ച ആ സ്വർണ്ണ വെള്ളിയുടെ സംഭവവുമായി ബന്ധപ്പെട്ടാണ്. ജെറൂസലേം ദേവാലയത്തിൻ്റെ കവാടത്തിങ്കിൽ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന ജന്മനാ മുടന്തനായിരുന്നവന് പത്രോസ് ശ്ലീഹ ഈശോയുടെ നാമത്തിൽ സൗഖ്യം നൽകിയപ്പോൾ അവന് ചാടി എഴുന്നേറ്റ് സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ പ്രവേശിക്കുന്നത്, ശ്ലീഹന്മാരോടൊപ്പം ആരാധനയ്ക്ക് പ്രവേശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ സംഭവത്തിൻ്റെ പേരിൽ യഹൂദ സംഘം ശ്ലീഹന്മാരെ വിചാരണ ചെയ്യുന്നതും ശിക്ഷിക്കുന്നതും ഈശോയുടെ നാമത്തിൽ സംസാരിച്ചു പോരുമെന്ന് പറയുന്നതുമായ രംഗമാണ് നടപടി പുസ്തകം 4-ാം അധ്യായത്തിൽ 8 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. അവിടെ ആ ശ്ലീഹന്മാരുടെ ധൈര്യമാണ് നമ്മെ അതിശയിപ്പിക്കുന്നത്. ഇതുവരെ ഭീരുക്കളായിരുന്ന ശ്ലീഹന്മാർ റൂഹായുടെ ആവാസത്താൽ അവർ അവർക്ക് ലഭിച്ച ആ വലിയ ശക്തി, അവരെന്താണ് പറയുന്നത്? ഞങ്ങൾ കണ്ടതും കേട്ടതും ഞങ്ങൾക്ക് പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾ ആരെയാണ് അനുസരിക്കേണ്ടത്? നിങ്ങളെ അനുസരിക്കണമോ അതോ ദൈവത്തെ അനുസരിക്കണമോ? ഞങ്ങൾക്ക് പറയാതിരിക്കാൻ വയ്യ. ആ മിശിഹാനുഭവമാണ്. അതുകൊണ്ടാണ് ഈ യഹൂദ സംഘം പറയുന്നത്, ഇവർ അക്ഷരാജ്ഞാനമില്ലാത്തവരാണല്ലോ, എന്നിട്ടും ഇവർക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ ആ കൂടെ തന്നെ അവർ പറയുന്നുണ്ട്, അവർ മിശിഹായോട് കൂടെ ഉണ്ടായിരുന്നവരാണ്. ആ മിശിഹായുടെ കൂടെ ഉണ്ടായിരുന്ന ആ 3 വർഷം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതിനുവേണ്ടിയാണല്ലോ അവിടെ ശ്ലീഹന്മാരെ വിളിച്ചത് തന്നെ, കൂടെ ആയിരിക്കുവാനും ഐക്യപ്പെടുവാനും വേണ്ടിയിട്ടാണ്. ആ കൂടെ ഉണ്ടായിരുന്ന ആ ജീവിതമാണ് അവരുടെ ഈ വിജ്ഞാനത്തിനും ഈ ധൈര്യത്തിനുമെല്ലാം അടിസ്ഥാനമായി നിൽക്കുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അവിടെ ആ സംഘം തന്നെ അംഗീകരിക്കുന്ന കാര്യവും നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ ആഗസ്തീനോസ് ഈ സംഭവം, പാവനിയായ സ്ത്രീ, ഈ സംഭവങ്ങളെല്ലാം തമ്മിലുള്ള ബന്ധം നമുക്ക് കാണുവാൻ സാധിക്കും. പാവനിയായ സ്ത്രീ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ജോയൽ പ്രവാചകൻ നൽകിയ ആഹ്വാനത്തിൻ്റെ മറ്റൊരു പ്രതികരണമായിരുന്നു, ആഹ്വാനത്തോടുള്ളത്. കാഹളം മുഴക്കുവാനും ഉപവാസം പ്രഖ്യാപിക്കുവാനും അനുദപിക്കുവാനും തിരിച്ചു വരുവാനും ഉള്ള ആ ആഹ്വാനത്തിൻ്റെ സ്വയം വിശദീകരിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാനുമുള്ള ദേവാലയമായ മിശിഹായിലേക്ക് തന്നെയായിരുന്നു പാവനിയായി പ്രവേശിച്ചത്. അവിടെ അവൾ ആരാധനയുടെ മനോഭാവമായിരുന്നു കാണിച്ചിരുന്നത്. വലിയ സ്നേഹത്തിൻ്റെ, ആരാധനയുടെ, സ്തുതിയുടെ, മഹത്വീകരണത്തിൻ്റെ എല്ലാം അടയാളങ്ങളായിരുന്നു. അവൾ കരഞ്ഞതും കണ്ണീരുകൊണ്ട് പാദങ്ങൾ കഴുകിയതും തലമുടി കൊണ്ട് തുടച്ചതും പാദം ചുംബിച്ചതും സുഗന്ധതൈലം പൂശിയതുമെല്ലാം. അപ്പോൾ ഈ മനോഭാവം തന്നെയാണ് നമുക്കും ഉണ്ടാകേണ്ടത് എന്ന് സഭാപിതാക്കന്മാർ വീണ്ടും പറയുന്നുണ്ട്. നസിയാൻസിലെ ഗ്രിഗറി ഓഫ് നസിയാൻസസ് പറയുന്നത്, ഓരോ ദിവസവും നമ്മൾ നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ ശിമയോൻ്റെ സ്ഥാനത്താണോ പാവിനിയുടെ സ്ഥാനത്താണോ എന്നുള്ളത്. നമ്മൾ ഈ വിശുദ്ധ ഭാഗങ്ങൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം അത് തന്നെയാണ്, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? ജോൺ ഡമഷീൻ പറയും, രണ്ടു കൂട്ടർക്കും പാപമോചനം ആവശ്യമായിരുന്നു. ശിമയോനും ആവശ്യമായിരുന്നു, പാവിനിക്കും ആവശ്യമായിരുന്നു. ശിമയോൻ ആവശ്യമായിരുന്നത് അവൻ്റെ അഹങ്കാരത്തിൽ നിന്ന്, ധാർഷ്ട്യത്തിൽ നിന്നായിരുന്നു, ലോക ബഹുമാനത്തിന് വേണ്ടിയുള്ള ആ പരക്കം പാച്ചിൽ നിന്നായിരുന്നു. പാവിനിക്ക് ആവശ്യമായിരുന്നു അവരുടെ പാപങ്ങളിൽ നിന്നായിരുന്നു. ഈ പാപമോചനം കർത്താവ് 2 പേർക്ക് ഒരുപോലെ ഇളവ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ തന്നെ, യജമാനൻ കടവിളവ് ചെയ്തതുപോലെ തന്നെ പാപമോചനം നൽകുവാൻ. പക്ഷെ അത് ലഭിക്കുന്നതോ തുറവിയെ ആശ്രയിച്ചാണ്, ഓപ്പൺനെസ്സിനെ ആശ്രയിച്ചാണ്. ദൈവത്തിൻ്റെ കരുണയോടുള്ള, റൂഹായോടുള്ള നമ്മുടെ തുറവിയെ ആശ്രയിച്ചാണ് നമുക്ക് എത്രമാത്രം ഈ പാപമോചനവും കരുണയും ലഭിക്കുന്നു എന്നുള്ളത്. ദൈവത്തിൻ്റെ കരുണയെ അത്ഭുതം പ്രവർത്തിക്കുന്ന, ആ മഹാത്ഭുതം പ്രവർത്തിക്കുന്ന രംഗമാണല്ലോ ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത്. നമുക്കും ഇത് ആവശ്യമായിരിക്കുന്നു. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ചോദിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മൾ കണ്ടു. ആഗസ്തിനോസ് പിതാവ് ഈ ഭാഗത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു മനോഹരമായ ഒരു പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്. ആ പ്രാർത്ഥന നമുക്ക് ശ്രവിച്ചുകൊണ്ട് ഇന്നത്തെ പരിചിന്തനം അവസാനിപ്പിക്കാം. ആഗസ്തിനോസ് ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്: എൻ്റെ പാപങ്ങൾക്ക് അങ്ങയുടെ കരുണയും എൻ്റെ അഹങ്കാരത്തെ കീഴ്പ്പെടുത്തുവാൻ അങ്ങയുടെ കൃപയും എനിക്ക് ആവശ്യമാണ് കർത്താവേ. അങ്ങാൽ ഞാൻ സ്നേഹിക്കപ്പെട്ടതുപോലെ ഞാൻ സ്നേഹിക്കുവാനും, അങ്ങ് എന്നോട് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും, സ്നേഹനിധിയായ പിതാവിൻ്റെ പക്കലേക്ക് മടങ്ങി വരുന്ന കുഞ്ഞിൻ്റെ ആത്മവിശ്വാസത്തോടെ എപ്പോഴും
അങ്ങേ പക്കലേക്ക് വരുവാനും എന്നെ പഠിപ്പിക്കണമേ.